ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇനിയാസ് ലൈഫ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: പച്ചരി കുതിർത്ത് വെച്ചതാണ്, ഒരു 2-3 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത്, ഒരു 2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുള്ളത്. ശർക്കര, ഒരു കുറച്ച് ചെറിയ ജീരകം, ഒരു 1-2 ഏലക്കായ, ഒരു 1/2 കപ്പ് ചോറ്, 1 സ്പൂൺ ഗീ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുക്കിംഗ് ഓയിൽസ് ഏതെങ്കിലുമൊക്കെ എടുക്കാം. ശർക്കര അപ്പോൾ നമുക്ക് ആവശ്യത്തിനൊക്കെ എടുത്താൽ മതി, നമ്മൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഇനി നമ്മുടെ ഈ കുതിർത്ത് വെച്ച അരി നമുക്ക് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക. ഇതൊരു 1/2 കിലോ ആണിട്ടുള്ളത്. ഇനി വറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന നല്ല ജീരകവും 2-3 ഏലക്കായും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം അടിച്ചിട്ടെടുക്കാൻ. ഇനി അടുത്ത സ്റ്റെപ്പ് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതെൻ്റെ മദർ-ഇൻ-ലോൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ കറക്റ്റ് ആയാലാണ് അധികം ഇത് ശരിക്ക് നന്നായിട്ട് കിട്ടാറുള്ളത് കേട്ടോ. കറക്റ്റ് ആരൊക്കെ എടുത്ത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരാറുള്ളത്. ഇനി മെൽറ്റ് ചെയ്തെടുത്ത് ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മെൽറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയിൽ ചെളിയും ഒക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് അരിച്ചെടുത്താൽ നന്നാവും. ഞാൻ ഫസ്റ്റ് ടൈമാട്ടോ ഈ കലത്തപ്പം ഉണ്ടാക്കണേ. അങ്ങനെ എപ്പോഴും ഒന്നും എല്ലാവരും ഉണ്ടാക്കിയതൊന്നും നന്നാവില്ലല്ലോ. ഇത് ഉമ്മയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിന്നെ ഗൈഡ് ചെയ്യണം കേട്ടോ. ഇമ്മ ഇതിൽ നല്ല എക്സ്പേർട്ടാണ്. ഇനി ഇതിലേക്ക് ചിരവി വെച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഒക്കെ നമ്മളെ ഇഷ്ടത്തിനാണ് കേട്ടോ. അതൊക്കെ കറക്റ്റ് വേണമെന്നില്ല, ഒക്കെ ഓരോ എല്ലാവരുടെയും രീതിക്കനുസരിച്ചൊക്കെ ഇടുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി പാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മളൊന്ന് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ കൊത്ത് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബാറ്റർ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്ലെയിം നന്നായിട്ട് മാക്സിമം ആക്കിയിട്ട് വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. ജസ്റ്റ് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ തന്നെ നമ്മൾ സിമ്മിലാക്കി കൊടുക്കും വേണം, അടച്ചു വെക്കുകയും ചെയ്യാം. 20 to 25 മിനിറ്റ് വരെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ കൊണ്ട് 2 കലത്തപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുഴപ്പമില്ലാതെ പൊങ്ങി. ഇത് എന്താ വെച്ചാൽ കാലാവസ്ഥക്ക് അനുസരിച്ചൊക്കെ ഇരിക്കും. ചൂടുള്ള കാലാവസ്ഥ ആണെങ്കിൽ നന്നായിട്ട് പൊങ്ങും, അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡൻ്റെ ആവശ്യം തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഇത് ഒന്ന് തണുത്ത കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട്, മഴയൊക്കെ ആയത് കാരണം പൊങ്ങൽ കുറച്ച് കുറവാണ്. എന്നാലും നന്നായിട്ട് ആരെടുത്തിട്ടൊക്കെ ഉണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടില്ലേ, നന്നായിട്ട് ആരെടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കാലാവസ്ഥയും കുറച്ചുകൂടി നന്നായിട്ടാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.